യുദ്ധം ആരംഭിച്ച ഒരു വർഷം പിന്നിടുമ്പോൾ ഗസയിൽ മരണസംഖ്യ 42,000-ത്തോടടുക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും ജീവരക്ഷാർത്ഥം പലായനം ചെയ്യുന്നത്. ഗസയിലും ലെബനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഹമാസും ഹിസ്ബുള്ളയും വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം ഈ വാർഷിക ദിനത്തിൽ ഇസ്രായേലിൽ നിന്നാണ് തത്സമയം ചേരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഇസ്രായേലിൽ ടെൽ അവീവിലുണ്ട്. തത്സമയം ചേരുന്നു ആർ രാധാകൃഷ്ണൻ. വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു 2.5 മണിക്കൂർ സമയം പിന്നിലാണ് ഇസ്രായേൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ സമയം 8 മണി കഴിഞ്ഞ് 9 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പക്ഷേ 5:30 കഴിഞ്ഞിട്ടേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് തോന്നുന്നു. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ അല്ലേ രാധാകൃഷ്ണൻ? ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു റിപ്പോർട്ടർ ഫാമിലി. ആദ്യമായിട്ടാണ് നമ്മൾ ലൈവിൽ കണ്ടുമുട്ടുന്നത്. 24-ലായിരുന്നു നേരത്തെ ആ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത്. റിപ്പോർട്ടറിന്റെ കുടുംബത്തിലേക്ക് സ്വാഗതം പറയാൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിലല്ല, ആ ദിവസത്തിലല്ല രാധാകൃഷ്ണൻ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഇസ്രായേലിൽ നിന്ന് സ്വാഗതം റിപ്പോർട്ടർ ടിവിയിലേക്കും പ്രേക്ഷകരുടെ ഇടയിലേക്കും. ആ രാധാകൃഷ്ണൻ പറയൂ, ഇസ്രായേലിലെ ഇപ്പോഴത്തെ അന്തരീക്ഷം എങ്ങനെ? ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ അരുൺ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം ഇസ്രായേലിനെ സംബന്ധിച്ചും പശ്ചിമേഷ്യയെ ആകെ സംബന്ധിച്ചും നിലവിലുള്ള സാഹചര്യത്തിൽ വലിയ വിഷമതകളും ആശങ്കകളും ഉണ്ടാക്കുന്ന ദിനമാണ്, അതിന്റെ തുടക്കമാണ്. ഇന്നലെ രാത്രിയിൽ ഇസ്രായേലിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്ന് ഈ ഇസ്രായേലിനുള്ളിൽ യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങൾ വലിയ രീതിയിൽ ശക്തമാകുന്നു എന്നുള്ളതാണ്. അത് ടെൽ അവീവിൽ മാത്രമല്ല, ഒരുപക്ഷെ ഇസ്രായേലിന്റെ എല്ലാ നഗരങ്ങളിലേക്കും ഈ യുദ്ധവിരുദ്ധ, പ്രത്യേകിച്ച് ഇസ്രായേൽ സർക്കാർ യുദ്ധത്തിൽ തങ്ങൾ വിജയം നേടും എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ മാരകമായിട്ടുള്ള യുദ്ധ രീതികളിലേക്ക് പോകുമ്പോൾ രാജ്യത്തിനുള്ളിൽ ജനങ്ങൾ യുദ്ധവിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്ന കാഴ്ച നമുക്ക് നിരത്തുകളിൽ കാണാൻ സാധിക്കുന്നു. അത് ഒരു ശക്തമായി മാറുന്ന, ഇനി വരുന്ന ദിവസങ്ങളിൽ ശക്തമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് ഈ ആദ്യ വാർഷിക ദിനത്തിൽ ഇസ്രായേൽ സർക്കാർ വലിയ രീതിയിൽ ഓർമ്മ ദിനം ആചരിക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ഉള്ളത്. സ്തിറോദ്, ഈ ഹമാസ് ആദ്യമായിട്ട് ആക്രമണം നടത്തുന്ന മേഖലകളിൽ 1200 പേരുടെ മരണത്തിന് കാരണമായ ആക്രമണത്തിന്റെ തുടക്കം സ്തിറോദ് അടക്കമുള്ള നഗരങ്ങളിലാണ് ആദ്യം ഉണ്ടായത്. ഈ സ്തിറോദിൽ നടക്കുന്ന അനുസ്മരണ പരിപാടികളിൽ പ്രസിഡന്റ്, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. ഗാസയിലെ യുദ്ധ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ അത് നിർത്താനായിട്ട് ഫ്രാൻസ് തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഫ്രാൻസിനെതിരെ വളരെ ശക്തമായിട്ടുള്ള വാക്കുകളിലാണ് ഇന്നലെ നെതന്യാഹു പ്രതികരിച്ചത്. അതിന് തുടർച്ചയായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇന്ന് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇറാഖിലെ എണ്ണക്കിണറുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ ദിവസം എന്ത് സംഭവിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തങ്ങളുടെ മുറിവുണങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒക്ടോബർ 7-നോടടുത്തുള്ള ദിവസങ്ങളിലോ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന തിരിച്ചടി അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഇസ്രായേൽ നടത്തുന്ന ഈ നീക്കങ്ങളെ വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതും മറ്റൊരു വശത്ത് നിൽക്കുന്നു. ലെബനൻ ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ വിഷമതകൾ നേരിടുന്ന മറ്റൊരു മേഖല. അവിടെയുള്ള ആശുപത്രികൾ അടച്ചുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഗാസയിൽ എങ്ങനെ ഉണ്ടായോ, ഏതാണ്ട് 40,000-ത്തിലധികം ആളുകളുടെ, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നഷ്ടമായ ഗാസയിൽ എന്ത് സംഭവിക്കുന്നോ അതിന് സമാനമാകുന്ന വിധത്തിലേക്ക് പോകുന്നു കാഴ്ചകൾ എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ റിപ്പോർട്ടുകൾ വരട്ടെ. നമ്മൾ കൂടുതൽ റിപ്പോർട്ടുകൾ കാണുക, അവിടെയുള്ള കാഴ്ചകൾ പകർത്തുക, അവിടെയുള്ള പ്രതികരണങ്ങളും തേടുക. ഇസ്രായേൽ കടന്നു പോകുന്നത് ഈ രക്തരൂക്ഷിതമായ പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഒരു ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ശക്തമാകുമെന്നറിയാം. നമുക്ക് കൂടുതൽ സംസാരിക്കാൻ വരുന്ന മണിക്കൂറുകളിൽ. കേരളത്തിൽ വലിയ ചൂടുള്ള രാഷ്ട്രീയ വാർത്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. രാധാകൃഷ്ണൻ, ഒരു പ്രേക്ഷകൻ പറയുന്നത് നിങ്ങൾ നല്ല റിപ്പോർട്ടർമാരെ കയ്യിലാക്കുന്നു എന്ന് രാധാകൃഷ്ണൻ റിപ്പോർട്ടറിലെ വരവിനെ തുടർന്ന് ഒരു അഷറഫ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. സന്തോഷം ആർക്കെ റിപ്പോർട്ടർ കുടുംബത്തോടൊപ്പം ചേർന്നതിൽ. അപ്പോൾ ഇനിയുള്ള വരും ദിവസങ്ങളിൽ സൂര്യ പറയുന്നത് 24-ന്റെ ഡൽഹിയിലെ റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരുന്ന ആളാണ്. റിപ്പോർട്ടർ ചാനൽ വെരി ഗുഡ്, മികവുറ്റ റിപ്പോർട്ടിംഗ് ആണ്, താങ്കൾക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും. നിവിൻ പറയുന്നു താങ്കളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ രാധാകൃഷ്ണൻ്റെ ഫാൻസ് ആയിട്ടുണ്ട്, അവരൊക്കെ രാധാകൃഷ്ണനെ സ്വാഗതം ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇസ്രായേലിൻ്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ചില കൗതുക കാഴ്ചകൾ കൂടി ഇതിനിടയ്ക്ക് പകർത്തിക്കോളൂ രാധാകൃഷ്ണൻ. താങ്ക് യു രാധാകൃഷ്ണൻ. ഇസ്രായേലിൽ നിന്നാണ് ആർ കെ നമുക്കൊപ്പം ചേർന്നത്. ആർ കെ എന്ന ചുരുക്കപ്പേരിലാണ് രാധാകൃഷ്ണനെ
തന്നെ അറിയപ്പെടുന്നതും. അപ്പം RK എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക. എൻ്റെ ബാല്യകാല സുഹൃത്തു കൂടിയായിരുന്നു രാധാകൃഷ്ണൻ. കൊട്ടിയത്ത് ഉമേനല്ലൂരിൽ ആണ് അദ്ദേഹത്തിൻ്റെ വീട്.